അധ്യാപക സുഹൃത്തുക്കൾക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിയ എസ് രാജ്. ഞാൻ GVHSS വടക്കെടുത്തുകാവ് സ്കൂളിലെ EDS കോഴ്സിന്റെ വൊക്കേഷണൽ അധ്യാപികയാണ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാനും വൈദ്യുതിയുടെ വിതരണ മേഖലയിലെ പവർ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കാനും വിവിധ ഹൗസ് വയറിംഗ് രീതികൾ, വയറിംഗിലെ തകരാറുകൾ, പരിഹാരങ്ങൾ തുടങ്ങിയവ EDS കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായി സാധിക്കും. വിതരണ ബോർഡ്, ജംഗ്ഷൻ ബോക്സ്, സ്വിച്ചുകൾ തുടങ്ങിയവയെക്കുറിച്ചും വീട്ടുപകരണങ്ങളുടെ മെയിൻ്റനൻസ്, റിപ്പയറിംഗ് എന്നിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ EDS കോഴ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വൊക്കേഷണൽ സ്കില്ലിനോടൊപ്പം പ്രാക്ടിക്കൽ സ്കില്ലും സ്വായത്തമാക്കാൻ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ അവസരം ലഭിക്കും. ധാരാളം ഉപരിപഠന സാധ്യതകളും തൊഴിൽ സാധ്യതകളുമുള്ള ഒരു കോഴ്സാണ് ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് അഥവാ EDS കോഴ്സ്. EDS കോഴ്സിൻ്റെ വൊക്കേഷണൽ സ്കിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. വൈദ്യുതിയുടെ അടിസ്ഥാന കാര്യങ്ങളാണ് നിങ്ങൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ലേണിംഗ് ഔട്ട്കമ്മിൽ പഠിക്കുന്നത്. നമുക്ക് വൈദ്യുതിയുടെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി മനസ്സിലാക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വൈദ്യുതി. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൈദ്യുതി ഇല്ലാത്ത ഒരു ജീവിതത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ കൂടി സാധ്യമല്ല. എന്താണ് ഇലക്ട്രിസിറ്റി അഥവാ വൈദ്യുതി? അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ആറ്റത്തെക്കുറിച്ച് പഠിക്കാം. നമ്മൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളിൽ കോടാനുകോടി ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആറ്റം എന്താണെന്ന് നോക്കാം. ആറ്റം എന്നാൽ ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. ആറ്റത്തിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അറ്റോമിക് സങ്കല്പം അനുസരിച്ച് ആറ്റത്തിൻ്റെ മധ്യഭാഗത്തായി ന്യൂക്ലിയസും അതിനു ചുറ്റും പ്രത്യേകം വലയങ്ങളായി ഇലക്ട്രോൺസും സ്ഥിതി ചെയ്യുന്നു. വലയങ്ങളെ ഷെൽ അഥവാ ഓർബിറ്റ് എന്ന് വിളിക്കുന്നു. മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ഇലക്ട്രോൺസും സ്ഥിതി ചെയ്യുന്നു. പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകളാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് 1.6 × 10⁻⁹ കൂളമാണ്. ന്യൂട്രോണ് പ്രത്യേകിച്ച് ചാർജ് ഒന്നും തന്നെ ഇല്ല. അത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻⁹ കൂളമാണ്. പ്രോട്ടോൺസിനും ഇലക്ട്രോൺസിനും ഒരേ ചാർജാണുള്ളത്. ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ഒരു ആറ്റം ഇലക്ട്രിക്കൽ പരമായി ന്യൂട്രൽ ആണെന്ന് നമുക്ക് പറയാം. ഒരു ആറ്റത്തിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അഥവാ ഇലക്ട്രോണുകളുടെ എണ്ണത്തെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും ആകെത്തുകയെ അറ്റോമിക് വെയിറ്റ് എന്നും പറയാം. അതായത് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. കാര്യം നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഒന്നാണെന്ന് പറഞ്ഞു. സോ അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഓർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതുപോലെ അറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടതായിരുന്നു ഒരു ആറ്റത്തിന് ഷെല്ലുകൾ ഉണ്ടെന്നും ആ ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് ആണുള്ളതെന്നും നമ്മൾ പഠിച്ചു. ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളെ നമുക്ക് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് വിളിക്കാം. പുറമേ നിന്നൊരു ഫോഴ്സ് അല്ലെങ്കിൽ ബലം കൊടുത്താൽ ഈ ഇലക്ട്രോണുകളെ അവയുടെ ഓർബിറ്റുകളിൽ നിന്ന് നമുക്ക് പുറത്ത് ചാടിക്കാനായിട്ട് സാധിക്കുന്നു. ഇത്തരത്തിൽ പുറത്തു വരുന്ന ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇലക്ട്രിക് കറണ്ടിനെ അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഇലക്ട്രിക് കറണ്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഇലക്ട്രോണുകളുടെ ഒരു പ്രവാഹമാണ് ഇലക്ട്രിക് കറണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് അല്ലെങ്കിൽ വസ്തുക്കളെ കറണ്ട് കടത്തിവിടാനുള്ള കഴിവിനനുസരിച്ച് 3ആയി തരംതിരിച്ചിട്ടുണ്ട്. 1. കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ സുചാലകങ്ങൾ. 2. ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ കുചാലകങ്ങൾ. 3. സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ അർദ്ധചാലകങ്ങൾ. ഈ കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. മെറ്റീരിയൽസ് വിച്ച് കണ്ടക്ട് കറണ്ട് ഈസിലി ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. വൈദ്യുത പ്രവാഹത്തെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളെ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ സുചാലകങ്ങൾ എന്ന് പറയുന്നു. ഈ പദാർത്ഥങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ ഫ്രീ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കണ്ടക്ടേഴ്സിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസും കുറവായിരിക്കും.
ഒട്ടുമിക്ക ലോഹങ്ങളും കണ്ടക്ടേഴ്സാണ്. ഉദാഹരണം അലുമിനിയം, കോപ്പർ, സിൽവർ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് കണ്ടക്ടേഴ്സ്. അതിൽ തന്നെ സിൽവറിനാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. അടുത്തത് ഇൻസുലേറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് അലോ ദ കറണ്ട് ടു പാസ് ത്രൂ ദം ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. കറണ്ടിനെ കടത്തിവിടാത്ത പദാർത്ഥങ്ങളെ ഇൻസുലേറ്റേഴ്സ് അഥവാ കുചാലകങ്ങൾ എന്ന് പറയുന്നു. ഇവിടെ സാധാരണ ടെമ്പറേച്ചറിൽ ഇൻസുലേറ്റേഴ്സിൻ്റെ ആറ്റത്തിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കുകയില്ല. ഇൻസുലേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ് മൈക്ക, പേപ്പർ, പ്ലാസ്റ്റിക്, റബ്ബർ മുതലായവയാണ്. അടുത്ത ടൈപ്പ് മെറ്റീരിയൽസ് ആണ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. മെറ്റീരിയൽസ് വിച്ച് പാർഷ്യലി കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഭാഗികമായി കറണ്ടിനെ കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ്. സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി നല്ലൊരു കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും ഇടയ്ക്കാണ്. സെമി കണ്ടക്ടറിൻ്റെ പുറമേ ഉള്ള ഓർബിറ്റിൽ 4 ഫ്രീ ഇലക്ട്രോൺസ് ആണുള്ളത്. സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടി നമുക്ക് സെമി കണ്ടക്ടറിനെ ഒരു കണ്ടക്ടറാക്കി മാറ്റാൻ സാധിക്കും. സെമി കണ്ടക്ടറിൻ്റെ എക്സാമ്പിൾ ജർമേനിയം, സിലിക്കൺ, കാർബൺ മുതലായവ. Insulators, conductors and semiconductors. Insulators, the substances which do not allow current to flow through them with ease are called insulators. In general, they do not have free electrons. Cotton, rubber, plastic, wood, paper, glass, air, leather and pure water are examples of insulators. Conductors, the substances which allow current to flow through them with ease are called conductors. They have a large number of free electrons and ions. All metals such as copper, silver, iron and also impure water are examples of conductors of electricity. Semiconductors. Semiconductors are those materials which allow a very small current to flow through them when a source of large potential difference is connected across their ends. Example, germanium, silicon. EDS കോഴ്സ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ടേംസ് ആണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യത്തെ ടേമാണ് കറണ്ട്. കറണ്ട് എന്താണെന്ന് മുമ്പുള്ള സ്ലൈഡിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് കറണ്ട്? ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കണ്ടക്ടർ ഈസ് കോൾഡ് കറണ്ട്. ഒരു കണ്ടക്ടറിലൂടെ തുടർച്ചയായി പ്രവഹിക്കുന്ന ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നു. കറണ്ട് ഡിനോട്ട് ചെയ്യാനായി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ I ഉപയോഗിക്കുന്നു. ഇതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. കറണ്ട് അളക്കാനായി നമ്മൾ അമ്മീറ്ററാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ടേമാണ് വോൾട്ടേജ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് കോൾഡ് വോൾട്ടേജ്. ഇലക്ട്രിക് സർക്യൂട്ടിൽ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നു. വോൾട്ടേജ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ V ആണ്. വോൾട്ടേജിൻ്റെ യൂണിറ്റാണ് വോൾട്ട്. വോൾട്ടേജ് അളക്കാനായി നമ്മൾ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നു. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് കാരണമാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. EMF മെഷർ ചെയ്യാനായിട്ട് നമ്മൾ വോൾട്ട് മീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇനി വോൾട്ടേജും EMFും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. EMF എന്ന് പറയുന്നത് ദ ഫോഴ്സ് വിച്ച് മേക്സ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ത്രൂ എ മെറ്റീരിയൽ ഈസ് കോൾഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. നേരത്തെ പറഞ്ഞു എന്താണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന് കാരണമാകുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞത്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ഫിഗറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. റെസിസ്റ്റൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് പ്രോപ്പർട്ടി ഓഫ് എ സബ്സ്റ്റൻസ് വിച്ച് ഓപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. അതായത് കറണ്ട് കടന്നു പോകുമ്പോൾ കറണ്ടിനെ തടയാൻ
അഥവാ പ്രതിരോധിക്കാനുള്ള ഒരു പദാർത്ഥത്തിൻ്റെ കഴിവിനെയാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ഉപയോഗിച്ചാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റൻസ് അളക്കാനായി നമ്മൾ ഓം മീറ്റർ ഉപയോഗിക്കുന്നു. കണ്ടക്റ്റൻസ് ആണ് അടുത്ത ടേം. കണ്ടക്റ്റൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടക്റ്റൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അലോ ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. കറണ്ടിൻ്റെ പ്രവാഹത്തെ കടത്തിവിടാനുള്ള ഒരു പദാർത്ഥത്തിൻ്റെ കഴിവിനെയാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. കണ്ടക്റ്റൻസ് ഈസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതായത് കണ്ടക്റ്റൻസ് ഈസ് ഈക്വൽ ടു 1 റെസിസ്റ്റൻസ്. കണ്ടക്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ G. അതിൻ്റെ യൂണിറ്റ് സീമൻസ് ക്യാപിറ്റൽ S എന്ന് ഡിനോട്ട് ചെയ്യും. മോ ആണ് വേറൊരു യൂണിറ്റ്. മോ എന്ന് പറയുന്നത് ഓമിൻ്റെ റെസിപ്രോക്കലാണ്. ദറ്റ് ഈസ് മോ ഈസ് ഈക്വൽ ടു 1 ഓം. കണ്ടക്റ്റൻസ് G ഈസ് ഈക്വൽ ടു 1 റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 R. റെസിസ്റ്റൻസ് ലോസ് അല്ലെങ്കിൽ പ്രതിരോധക നിയമം. റെസിസ്റ്റൻസ് ഇനി പറയുന്ന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. റെസിസ്റ്റൻസ് അതിൻ്റെ നീളത്തിന് നേർ അനുപാതത്തിലായിരിക്കും. R ഈസ് പ്രപ്പോർഷണൽ ടു L എന്ന് എഴുതാം. ലെന്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ലെന്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ഇതാണ് R പ്രപ്പോർഷണൽ ടു L കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് പോയിന്റ്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് അതിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതിൽ നിന്ന് റെസിസ്റ്റൻസ് ഈസ് പ്രപ്പോർഷണൽ ടു 1/A എന്ന് എഴുതാൻ പറ്റും. ഏരിയ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും, ഏരിയ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. ഇതാണ് R പ്രപ്പോർഷണൽ ടു 1/A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് പോയിന്റ്, ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും. ഫോർത്ത് പോയിന്റ്, ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ടെമ്പറേച്ചർ. കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് അതിൻ്റെ അന്തരീക്ഷ ഊഷ്മാവ് അഥവാ ടെമ്പറേച്ചറിനെ ആശ്രയിച്ചിരിക്കും. ആദ്യത്തെ 2 പോയിന്റുകളിൽ നിന്നും R ഈസ് പ്രപ്പോർഷണൽ ടു L എന്നും R ഈസ് പ്രപ്പോർഷണൽ ടു 1/A എന്നും എഴുതാം. അവിടെ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. ഹെൻസ് R ഈസ് പ്രപ്പോർഷണൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? R ഈസ് പ്രപ്പോർഷണൽ ടു L/A. ദെയർഫോർ R ഈസ് ഈക്വൽ ടു, ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട്. ആ കോൺസ്റ്റൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോ എന്ന് പറഞ്ഞൊരു സിമ്പലാണ്. ഹെൻസ് R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. ഈ റോയിന് പറയുന്ന പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഓഫ് ദ കണ്ടക്ടർ. നെക്സ്റ്റ് ടോപ്പിക്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ പീസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു യൂണിറ്റ് നീളവും ഒരു യൂണിറ്റ് ഏരിയയും ഉള്ള ഒരു പദാർത്ഥത്തിൻ്റെ പ്രതിരോധത്തെ ആ പദാർത്ഥത്തിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. ഇനി പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് സ്പെസിഫിക് റെസിസ്റ്റൻസ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നത് റോ എന്ന ലെറ്റർ കൊണ്ടാണ്. റോയുടെ യൂണിറ്റ് ഓം മീറ്റർ അഥവാ ഓം സെൻറ്റിമീറ്റർ ആണ്. ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ് ഓംസ് ലോ. ജോർജ് ഓം എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഓംസ് ലോ കണ്ടുപിടിച്ചത്. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ്സ്. അതായത് ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകത്തിൽ കൂടി കടന്നു പോകുന്ന കറണ്ട് എന്നത് ചാലകത്തിൻ്റെ രണ്ടറ്റത്തുമുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ദെയർഫോർ നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് ഇപ്രകാരം എഴുതാം: കറണ്ട് ഈസ് പ്രപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് I ഈസ് പ്രപ്പോർഷണൽ ടു V, ഓർ I ഈസ് ഈക്വൽ ടു V/R. ആ V/R എന്ന് എഴുതിയെടുത്ത് 1/R എന്ന് പറയുന്നതാണ് ഒരു കോൺസ്റ്റൻറ്റ്.
ആ കോൺസ്റ്റൻറ്റിൽ ആറിന് പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, ഐ എന്ന് പറയുന്ന കറണ്ട്, വി ഈസ് ദ വോൾട്ടേജ്. ഓംസ് ലോയുമായി ബന്ധപ്പെട്ട 2 ഫിഗേഴ്സാണ് സ്ലൈഡിൽ കാണുന്നത്. ആദ്യത്തേത് വോൾട്ടേജ് എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന ബാറ്ററിയാണ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ കറണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെയുള്ള ബൾബാണ്. ബാറ്ററി വോൾട്ടേജ് സപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നു. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ബൾബ് വഴി കടന്നു പോവും. അതുവഴി ബൾബ് പ്രകാശിക്കുന്നു. രണ്ടാമത്തെ ഫിഗറിൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് കടന്നു പോകുന്നു. അതിന് റെസിസ്റ്റൻസ് കടത്തി വിടാതിരിക്കാൻ ശ്രമിക്കുന്നു. ഓംസ് ലോ അനുസരിച്ച് I ഈസ് ഈക്വൽ ടു V/R. അതാണ് ആ പടത്തിൽ കാണുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഓംസ് ലോ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. ഓംസ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു V/R ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേറെ 2 ഇക്വേഷൻസും കൂടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് I ഈസ് ഈക്വൽ ടു V/R ആയത് കാരണം V എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് കിട്ടും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് Rഉം കണ്ടുപിടിക്കാൻ പറ്റും. R ഈസ് ഈക്വൽ ടു V/I. ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടും. I ഈസ് ഈക്വൽ ടു V/R, V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ആൻഡ് R ഈസ് ഈക്വൽ ടു V/I. ഇത് 3ഉം ഓംസ് ലോയിൽ നിന്ന് കിട്ടുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇനി ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പമായിട്ടൊരു മാർഗ്ഗമുണ്ട്. അതായത് നമുക്കിത് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മെമ്മറിയിൽ നിൽക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ് ഓംസ് ലോ ട്രയാങ്കിൾ. ഈ ഓംസ് ലോ ട്രയാങ്കിളാണ് ആ മേളി വരച്ചിരിക്കുന്നത്. ആദ്യം അതുപോലെ വരയ്ക്കുക. വരച്ചിട്ട് മേളിൽ വിയും താഴെ 2 ഐയും ആറും മാർക്ക് ചെയ്യുക. ഇനി ആ അൺനോൺ ക്വാണ്ടിറ്റീനെയാണ് നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കേണ്ടതിനാണ് അൺനോൺ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക? സർക്കിൾ ചെയ്യുക. എന്നിട്ട് വി കണ്ടുപിടിക്കാൻ നേരത്ത് നമ്മൾ ആ വി എന്ന് പറഞ്ഞ പോർഷൻ കൈപൊത്തി മറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ I ഇൻറ്റു R എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. ഇനി നമുക്ക് അറിഞ്ഞൂടാത്തത് കറണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അൺനോൺ ക്വാണ്ടിറ്റി I ആണെങ്കിൽ നമ്മൾ I പൊത്തി പിടിച്ചിട്ട് എന്ത് ചെയ്യുക? V/R, മേളത്തെ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ താഴത്തെ ചെയ്യുക. അപ്പോൾ I ഈസ് ഈക്വൽ ടു V/R എന്ന് കിട്ടും. ഇനി R ആണ് നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? R പൊത്തി പിടിച്ചിട്ട് V/I. അപ്പോൾ R ഈസ് ഈക്വൽ ടു എന്താ കിട്ടും? V/I. ഇങ്ങനെ നമുക്ക് ഓരോ അൺനോൺ ക്വാണ്ടിറ്റീസും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. ഇതാണ് ഓംസ് ലോ ട്രയാങ്കിൾ കൊണ്ടുള്ള പ്രയോജനം. ഓംസ് നിയമങ്ങൾ ഉപയോഗിച്ച് ചില സർക്യൂട്ടുകൾ പരിഹരിക്കാൻ സാധിക്കാത്തത് കിർച്ചോസ് ലോ ഉപയോഗിച്ച് സാധിക്കുന്നു. കിർച്ചോസ് നിയമങ്ങൾ 2 തരത്തിലുണ്ട്. കിർച്ചോസ് കറണ്ട് ലോയും കിർച്ചോസ് വോൾട്ടേജ് ലോയും. കിർച്ചോസ് കറണ്ട് ലോയിനെ KCL എന്നും കിർച്ചോസ് വോൾട്ടേജ് ലോയിനെ KVL എന്നും പറയപ്പെടുന്നു. കിർച്ചോസ് നിയമങ്ങൾ 2 തരത്തിലാണെന്ന് കണ്ടല്ലോ. അതിൽ ആദ്യത്തെ നിയമമാണ് കിർച്ചോസ് കറണ്ട് ലോ. ഈ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത് നോക്കാം. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ സം ഓഫ് ദ കറൻറ്റ്സ് ഫ്ലോയിങ് ടുവേർഡ്സ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് എവേ ഫ്രം ഇറ്റ്. ഒരു സർക്യൂട്ടിൽ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടും തുല്യമായിരിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ പറയാം. ദ ഓൾജിബ്രിക് സം ഓഫ് ദ കറൻറ്റ്സ് അറ്റ് എനി ജംഗ്ഷൻ ഓഫ് എ നെറ്റ്വർക്ക് ഈസ് 0. അതായത് ഒരു ജംഗ്ഷനിൽ കറണ്ടുകളുടെ ആകെത്തുക 0 കിർച്ചോസ് കറണ്ട് ലോ ഒന്നും കൂടി മനസ്സിലാക്കി തരാം. സ്ലൈഡിൽ കാണുന്ന ഫിഗർ ശ്രദ്ധിക്കുക. കറൻറ്റ്സ് എല്ലാം കൂടി എൻറ്റർ ചെയ്യുകയും ലീവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മീറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. ആ മീറ്റിംഗ് പോയിൻറ്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ആ ഫിഗറിൽ കാണുന്ന ആ ബ്ലൂ കളർ ഷെയ്ഡിലൊരു പോയിൻ്റ് ഇല്ലേ, ആ പോയിൻറ്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ഇവിടെ I1, I2, I3 കറണ്ടുകൾ നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന കറണ്ടുകളും I4, I5 കറണ്ടുകൾ നോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവയാണ്. അങ്ങനെയാണെങ്കിൽ കിർച്ചോസ് കറണ്ട് ലോ അനുസരിച്ച് ഒരു നോഡിലേക്ക് കയറുന്ന കറണ്ടുകളും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടുകളുടെയും തുക 0.
ഒരു നോഡിലേക്ക് കയറുന്ന കറണ്ടുകൾ പോസിറ്റീവായിട്ടും പുറത്തേക്ക് പോകുന്ന കറണ്ടുകളെ നെഗറ്റീവായിട്ടുമാണ് എടുക്കുന്നത്. ഇവിടെ എൻട്രി ചെയ്യുന്ന കറണ്ടുകൾ എന്ന് പറയുന്നത് I1, I2, I3 ആണ്. അപ്പോൾ ഈ കറണ്ടുകളെ പോസിറ്റീവായിട്ടും ലീവ് ചെയ്യുന്ന കറണ്ടുകളായ I4, I5 കറണ്ടുകളെ നെഗറ്റീവായിട്ടുമാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ I1 + I2 + I3 - I4 - I5 = 0. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഒരു നോഡിലൂടെയുള്ള കറണ്ടുകളുടെ ആകെത്തുക 0 ആയിരിക്കും. ഇതാണ് കിർച്ചോസ് ലോ പറയുന്നത്. അടുത്തത് കിർച്ചോസ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ KVL. കിർച്ചോസ് വോൾട്ടേജ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇൻ എനി ക്ലോസ്ഡ് സർക്യൂട്ട് ദ ടോട്ടൽ വോൾട്ടേജ് അറൗണ്ട് ദ ലൂപ്പ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ വോൾട്ടേജ് ഡ്രോപ്സ് വിത്തിൻ ദ സെയിം ലൂപ്പ്. അതിൻ്റെ മീനിങ് ഇങ്ങനെയാണ്: ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഒരു ലൂപ്പിലുള്ള മൊത്തം വോൾട്ടേജ് എന്ന് പറയുന്നത് അതേ ലൂപ്പിലുള്ള വോൾട്ടേജ് ഡ്രോപ്പുകളുടെ തുകയ്ക്ക് തുല്യമാണ്. കിർച്ചോസ് വോൾട്ടേജ് ലോ നമുക്ക് മറ്റൊരു രീതിയിലും സ്റ്റേറ്റ് ചെയ്യാം: ദ ഓൾജിബ്രിക് സം ഓഫ് ഓൾ ദ വോൾട്ടേജസ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള എല്ലാ വോൾട്ടേജുകളുടെയും തുക 0 ആയിരിക്കും. സ്ലൈഡിൽ കാണുന്നത് കിർച്ചോസ് വോൾട്ടേജ് ലോയുടെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. ഇവിടെ V1 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. R1, R2, R3, R4, R5 റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് V2, V3, V4, V5, V6. ആ പടത്തിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി കിർച്ചോസ് വോൾട്ടേജ് ലോ അനുസരിച്ച് V1 എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു V2 + V3 + V4 + V5 + V6. ഇനി കിർച്ചോസ് വോൾട്ടേജ് ലോ നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പം എങ്ങനെയാണ് പറഞ്ഞത്? ദ സം ഓഫ് ഓൾ ദ വോൾട്ടേജസ് അറൗണ്ട് എ ലൂപ്പ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതുവാണെങ്കിൽ എല്ലാ വോൾട്ടേജുകളുടെയും തുക കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ V1 + V2 + V3 + V4 + V5 + V6 ഈസ് ഈക്വൽ ടു 0.